വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. Safa Jewelry now. Safa Golden Diamonds. Different by design. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് പോരൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് കോട്ടക്കുന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാം. മുൻ വാർഡ് മെമ്പർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് മുഹമ്മദ് ഷാം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വിജയിച്ചാൽ യുവജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സ്ഥാനാർത്ഥിക്ക് പദ്ധതിയുണ്ട്. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞാലേ കഴിഞ്ഞു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. പ്രവർത്തകർക്കൊപ്പം അവസാനഘട്ടത്തിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവില് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഏകദേശം എല്ലാ വീടും ഒരു 4ഓളം റൗണ്ട് ഞാൻ ഒറ്റയ്ക്കായിട്ടും സ്ക്വാഡായിട്ടൊക്കെ ഇറങ്ങി. ഇപ്പോൾ അവസാന ഘട്ടമാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉള്ളൂ ഇലക്ഷന്. നാളെ കൊട്ടിക്കലാശമാണ്. ഇന്നിപ്പോൾ ഓരോ സ്ക്വാഡായിട്ട് വീടുകളിൽ സ്ലിപ്പ് കൊടുക്കലും വോട്ടർ മെഷീൻ പരിചയപ്പെടുത്തലൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഞാനും ഒറ്റയ്ക്ക് എല്ലാ വോട്ടർമാരെയും അവസാനമായിട്ടൊന്ന് കാണണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ വോട്ടർമാരിലേക്കും അവസാനം എത്താനുള്ള പരിശ്രമത്തിലാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി കൂടിയാണ്. KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഭാരവാഹിയാണ്. ആദ്യമായിട്ടാണ് ഇലക്ഷൻ മത്സരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് എങ്ങനെ കാണുന്നത്? വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ചെറുപ്പം മുതലേ KSUയിലൂടെ വളർന്നു വന്നതാണ്. 10 വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ KSUവിന്റെ ഭാരവാഹി തുടരുകയാണ്. നിലവിൽ തിരുവനന്തപുരത്ത് KSU ലോ അക്കാഡമിയിൽ KSUവിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തനം തുടർന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുകയാണ്. ആദ്യമാണ് ഇലക്ഷൻ പ്രചരണത്തിൽ ആദ്യമാണ് ഒരു കാൻഡിഡേറ്റ് ആയിട്ട്. വലിയൊരു അനുഭവമാണ്. എല്ലാ വീടുകളിലും നമുക്കിങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിൽ ഓരോ വീടുകളിലും സ്ത്രീകളുമായിട്ട് വലിയ ആത്മബന്ധം ഉണ്ടായി. എല്ലാ വീടുകളിലും സ്ത്രീകളുമായിട്ടും അവിടുത്തെ അച്ഛന്മാരുമായിട്ടും ഒക്കെ വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ പറ്റും. എല്ലാ വീട്ടിൽ നിന്നും വലിയൊരു സ്നേഹം കിട്ടുന്നുണ്ട്. ആ സ്നേഹം വോട്ടിലും അതുപോലെ ഭൂരിപക്ഷത്തിലും ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ മെമ്പർ 180ഓളം വോട്ടിനാണ് ഇവിടെ വിജയിച്ചു പോകുന്നത്. അതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിലുള്ള വലിയൊരു വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള UDF ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. വലിയൊരു സ്നേഹം എല്ലാ ദിക്കുന്നും കിട്ടുന്നുണ്ട്. അത് വോട്ടിൽ പ്രതിഫലിക്കും. വലിയൊരു വിജയം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. മുൻ മെമ്പർ സാബിറ കരുവാറിനെ കുറിച്ച് ഒരു വീട്ടിൽ നിന്നും ഒരൊറ്റ നെഗറ്റീവ് പോലും കിട്ടാനില്ല. പ്രത്യേകിച്ചും എല്ലാ വ്യക്തിഗതാനുകൂല്യങ്ങളും 5 വർഷം എല്ലാ വ്യക്തിഗതാനുകൂല്യങ്ങളും എല്ലാ വീടുകളിലേക്കും എത്തിച്ചു എന്നുള്ളതാണ് മെമ്പറുടെ ഏറ്റവും വലിയ പ്ലസ്. ആ പ്ലസും ആ പോസിറ്റീവും എനിക്കും ആ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 37ഓളം വീടുകൾ നമുക്കിവിടെ കൊടുക്കാൻ സാധിച്ചു. ആ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന സന്തോഷവും ഒരു സ്നേഹവും കണ്ണീരോടെയാണ് മെമ്പറെ കൂടെ ഒരു പര്യടനം മൊത്തത്തിൽ ഇറങ്ങി. ഞങ്ങളുടെ മെമ്പർ 15ാം വാർഡിൽ വീണ്ടും മത്സരിക്കുന്നുണ്ട്. ആ തിരക്കിനിടയിലും വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു സ്നേഹം മെമ്പറെ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ വോട്ടിൽ പ്രതിഫലിക്കും. നെഗറ്റീവ് കേൾക്കാത്തൊരു മെമ്പർ, കഴിഞ്ഞ വർഷം 5 വർഷം ഭരിച്ചൊരു മെമ്പർ ഒരു ഉറപ്പായിട്ടും എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല. എല്ലാ ഭാഗത്തും സാബിറ ഞങ്ങളെ കൊണ്ടുവരുന്ന പോലെ ഈ കൊണ്ടുവരുന്ന മതി കുട്ടിയെന്നാണ് പറയുന്നത്. അത് ഉറപ്പായിട്ടും തിരിച്ചുണ്ടാവുന്നതാണ് നാട്ടുകാർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്. ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആഗ്രഹത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഞങ്ങളുടെ ഈ വാർഡിൻ്റെ ബൗണ്ടറി തന്നെ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ക്രിക്കറ്റിനും ഫുട്ബോളിനും മാത്രം പുറകെ നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനപ്പുറം ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവരെ നമുക്കറിയാം, ഒരു 5 വർഷം കളിക്കുമ്പോഴേക്കും മുട്ടുംകാല് പോയി അല്ലെങ്കിൽ ലിഗമെന്റ് പോയി ഒരുപാട് പേര് റെസ്റ്റില്ല. പിന്നെ ഈ കായിക രംഗത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ.
അവസ്ഥയില്ല. അവർക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുക്കണം, പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്. അതിൻ്റെ അപ്പുറം ഈ സെബറ്റാക്രോ പോലെയുള്ള വലിയ പ്രചാരണത്തിലില്ലാത്ത, നമ്മുടെ അവിടെ വലിയൊരു പ്രചാരണത്തിലില്ലാത്ത കായിക ഇനങ്ങളുണ്ട്, കാലുകൊണ്ട് മറ്റേ വോളിബോൾ കളിക്കുന്ന പോലത്തെ കളികൾ. അത് നമ്മുടെ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്താലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നല്ല ക്യാമ്പസുകളിൽ പ്ലേസ്മെൻറ്റ് കിട്ടും. മാർക്കില്ലെങ്കിൽ പോലും നല്ല പ്ലേസ്മെൻറ്റുകൾ, അത് PSC ഉദ്യോഗസ്ഥരായിട്ടും സർക്കാർ ജോലികൾ വരെ ഫുട്ബോളിനേക്കാളും ക്രിക്കറ്റിനേക്കാളും പ്ലേസ്ഡ് ആക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ തട്ടിലുള്ള ആളുകളോട് ജീവിക്കുന്നുണ്ട്. +2 കഴിഞ്ഞിട്ട് വീട്ടിലെ സാഹചര്യം കൊണ്ട് ചെറുപ്പത്തിലെ ജോലിക്ക് പോകേണ്ട ആളുകളാണ്, വയറിംഗ് ആയിട്ടും അങ്ങനെ ചെറിയ ചെറിയ ജോലിക്ക് പോകുന്ന ആളുകളാണ്. അവർക്ക് രാത്രി കാലങ്ങളിൽ മത്സര പരീക്ഷകൾ തയ്യാറാവാനുള്ളൊരു സംവിധാനം നാട്ടിൽ ഉണ്ടാക്കാനുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. PSCക്ക് അവർക്ക് പരിശീലിക്കാൻ, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ തയ്യാറാക്കാനുള്ളൊരു സംവിധാനം ഈ നാട്ടിലുണ്ടാകും. അതാണ് ചെറുപ്പക്കാരിലേക്ക് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് പറ്റിയൊരു ടീം കോട്ടക്കുന്നിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ധൈര്യം. ഇതിന് മുമ്പ് കോട്ടക്കുന്നിൽ സൗജന്യമായ ഒരു ട്യൂഷൻ സെൻറ്റർ കൊറോണ സമയത്ത് നടത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. 10-40ഓളം കുട്ടികൾക്ക് അന്ന് ഞങ്ങൾ KSUവിൻ്റെ വിദ്യാർത്ഥികൾ നേതൃത്വത്തിൽ നടത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടീം ഇവിടെ ഉണ്ട്. ആ ടീമാണ് വിശ്വാസം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആഗ്രഹം. അതുപോലെ തന്നെ മെമ്പറുടെ വികസന പ്രവർത്തനം, ഇപ്പോൾ നമുക്ക് മെമ്പർ തുടർന്ന് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ റോഡ് 5 വർഷം പ്രധാനമന്ത്രിയുടെ MP ഫണ്ടിൽ ഉണ്ടായിരുന്ന റോഡ് 5 വർഷം കരാറുകാർ പുതുക്കിക്കൊണ്ട് മെയിൻ്റനൻസ് നടത്തിയിരുന്ന 5 വർഷം കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. ഇപ്പോൾ വീണ്ടും പൊളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് അത് ഏറ്റെടുത്ത് 25 ലക്ഷത്തിൻ്റെ മെയിൻ്റനൻസ് റോഡിൽ വെച്ചിട്ടുണ്ട്. ടെൻഡർ കഴിഞ്ഞ് പണി ഇപ്പോൾ ഈ ഇലക്ഷൻ മഴയും കാരണം പ്രവൃത്തി പൂർത്തീകരിക്കാത്തതാണ്. അത് ഉടനെ പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ 50 ലക്ഷം പ്രിയങ്കാദിൻ്റെ ഫണ്ട്, CSR ഫണ്ടിൽ നിന്ന് 50 ലക്ഷം പൂർത്തീകരിച്ചൊരു അംഗനവാടി നമുക്ക് പൂർത്തീകരിക്കാണ്ട്. മെമ്പർ ബാക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കണം. ഇനിയും വികസനങ്ങൾ എത്തണം. വികസനത്തിന് ഒരു അന്ത്യമല്ല. മെമ്പറുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കുറച്ച് റോഡുകൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. എല്ലാ പദ്ധതികളും എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ച് പൂർണ്ണ തരത്തിലുള്ള വികസനങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പാർട്ടി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പോരൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.